അങ്ങനെ നീണ്ട 10 ദിവസത്തെ ചർച്ചയ്ക്കൊടുവിൽ ഹൈക്കമാൻഡ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. എന്തായാലും വി.ഡി. സതീശന് വേണ്ടി കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ടിയിൽ പ്രവർത്തിച്ചവരും എല്ലാവരും ഒരേപോലെ ആഹ്ലാദം പങ്കിടുന്ന സമയമാണ്. എന്തുകൊണ്ട് വി.ഡി. സതീശനിലേക്ക് ഹൈക്കമാൻഡ് എത്തി എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ചോദ്യം. ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രവചിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയാകുന്നത് കെ.സി. ആയിരിക്കുമെന്നാണ്. എന്തുകൊണ്ട് കെ.സി. ആക്കിയില്ല, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി എന്നുള്ള കാര്യമാണ്. ആദ്യം തന്നെ പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള മെയിൻ കാരണം ഈ ഹൈക്കമാൻഡ് എല്ലാ രീതിയിലും അന്വേഷണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് കാര്യം. ജനവികാരം, അതിൽ ഏറ്റവും വലിയ കാര്യം ജനവികാരം എന്നുള്ളത് തന്നെയാണ് വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാനുള്ള പൂർണ്ണമായിട്ടുള്ള കാരണം എന്ന് വേണമെങ്കിൽ 100% ഉറപ്പിക്കാം. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും, അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റിലും ഒക്കെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തീരുമാനമാണ് ഇവിടെ എടുത്തത്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് മെയിൻ കാരണം ഇന്ന് നമുക്കറിയാവുന്ന കെ.സി. വേണുഗോപാലിനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന് പൊതുവികാരം അല്ല, പകരം MLA-മാരുടെ വികാരവും കെ.സിയുടെ പിടിപാടും. ഈ രണ്ടും കാരണങ്ങൾ കൊണ്ടാണ് കെ.സിയെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതിൻ്റെ മെയിൻ കാര്യം. അത് തന്നെ ചിലപ്പോൾ സംഭവിച്ചിരുന്നേനെ. സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് രീതികൾ ആ ഒരു രീതിയിലായിരുന്നു നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും. ഇപ്പോൾ ലാസ്റ്റ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ബാംഗ്ലൂരിൽ, അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഒരു മേധാവിത്വം, അങ്ങനെയുള്ള ഒരു രീതി ഹൈക്കമാൻഡ് പുലർത്തിയിരുന്നു. ആ ഒരു നേതാവിന് ഹൈക്കമാൻഡിലുള്ള പിടിപാട്, അതോടൊപ്പം തന്നെ MLA-മാരുടെ പിടിപാട്, ഇത് രണ്ടുമായിരുന്നു മെയിനായിട്ട് ഘടകമായി കണ്ടുകൊണ്ടിരുന്നതും. എന്നാൽ പിന്നെ അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന് ഇഷ്ടമായിരുന്ന ഒരു നേതാവ് എന്ന രീതിയിലുമാണ് ഇതിനു മുമ്പ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം അവർ കണ്ടു. കാരണം നേരത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഹൈക്കമാൻഡിൻ്റെ ആ രീതി പല സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുകയും തുടർന്ന് പലതരത്തിലുള്ള വിഘടനങ്ങൾ സംഭവിക്കുകയും പാർട്ടിയിലെ മെയിൻ നേതാക്കളെല്ലാം പല പാർട്ടിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന വിചാരത്തിലും നേതാക്കൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് സത്യത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. ഇനി എന്തുകൊണ്ട് കെ.സി. മുഖ്യമന്ത്രിയായില്ല? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളായിരുന്നു കെ.സി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ജനപിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വി.ഡി. അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ജനപിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായി നിന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ആ ഒരു ജനങ്ങളുടെ പങ്കാളിത്തം നേടിയെടുത്ത നേതാവാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കെ.സി. എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ഇലക്ഷൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പണസംബന്ധമായ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം കെ.സി. ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് ജനങ്ങളുമായിട്ടുള്ള ഒരു പ്രസൻസ് കെ.സിക്ക് ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഹൈക്കമാൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണെന്ന് ചോദിച്ചാൽ കെ.സിയൊക്കെ തന്നെയാണ്. പക്ഷേ ഹൈക്കമാൻഡ് മാറി ചിന്തിച്ചു. ജനങ്ങളുടെ ഒരു ഇഷ്ടമാണ്, ജനങ്ങളുടെ വികാരമാണ് സത്യം പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഇപ്രാവശ്യം അത് നോക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഹൈക്കമാൻഡിനെ സമ്മതിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ തീരുമാനം, ഇത്രയും ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിലെടുത്ത തീരുമാനം പൂർണ്ണമായിട്ടും നല്ലതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മൂന്നാമതൊരു കാര്യം, എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും സമ്പന്നരായ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു നേതാവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇന്ന് പ്രസന്റ്ലി ഈ വി.ഡി. സതീശനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജനപിന്തുണ വളരെ 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 കുറവാണ്. നമുക്കറിയാം, പിണറായി 2ാം ഗവൺമെന്റ് ഭരണത്തിലേക്ക് കയറുന്ന ആ ഒരു വർഷം നടന്ന ഇലക്ഷനിൽ രമേശ് ചെന്നിത്തലയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് മുഖ്യമന്ത്രി ആയിരുന്നേനെ 100%. കാരണം അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവായിരുന്നിരുന്ന ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കത്തിൽ നിന്ന് ഇലക്ഷൻ നേരിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം എന്ന രീതിയിൽ അന്ന് ജയിച്ചത്
പിണറായി സർക്കാരായിരുന്നു. സോ അതുകൊണ്ടാണ് കോൺഗ്രസിനെ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവിനെ മാറ്റി വി ഡി സതീശിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു വി ഡി സതീശിനെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി തന്നെ ആക്കുക എന്നുള്ള രീതിയിലാണ് ഹൈക്കമാൻഡ് പിന്നെയും പിന്തുടർന്നത്. അതല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നേനെ. ഒരു വലിയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് അണികളുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിൽ മറ്റ് 2 നേതാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും MLA മാർക്കിടയിലാണെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് അത്രയ്ക്കുള്ള പിടിപാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഒഴിവാക്കിയത്. രമേശ് ചെന്നിത്തല ഇപ്പോഴും പറയുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. കാരണം നേരത്തെ ഹൈക്കമാൻഡ് ആ ഒരു രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ബംഗളൂരുവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ആ മുഖ്യമന്ത്രി പദത്തിനോടനുബന്ധിച്ചുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബംഗളൂരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്, എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമല്ല ജനവികാരം തന്നെയാണ് ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തേണ്ടതെന്നുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാണ് എന്താണല്ലോ ഹൈക്കമാൻഡ് തീരുമാനിച്ചേക്കുന്നത്.